പെൻസിൽ. സമർത്ഥനായ ലേഖകൻ പറയും, എന്റെ പൊന്നു മോനെ, നിന്നെ മൂർച്ച വരുത്തുന്ന എന്തിനെന്നോ, ഇടയ്ക്ക് നിന്നെ ഒന്ന് മൂർച്ച വരുത്തുന്ന എന്തിനെന്നോ, നിന്നെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയാ. യോഹന്നാന്റെ സുവിശേഷം 15:2, നീ അധികം ഫലം കായ്ക്കേണ്ടതിന്, നീ അധികം ഫലം കായ്ക്കേണ്ടതിന് നിന്നെ ചെത്തി വടിപ്പാക്കും. ധൈര്യത്തോടെ പറ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, എന്റെ മൂർച്ച വരുത്താനുള്ളതാണ്. എന്നെ ദൈവം മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കർത്താവ് അറിയാതെ അല്ല, ദൈവം അറിയാതെ അല്ല. ഈ ശോധനയുടെ നടുവിൽ പൗലോസ് ഒരു നിലവിളി, കർത്താവേ, എന്തിനാ ഈ ശൂലം? സഭകളുടെ എണ്ണം എടുത്താൽ ഞാൻ സ്ഥാപിച്ചതുപോലെ സഭകൾ ആരും സ്ഥാപിച്ചിട്ടില്ല, ഞാൻ പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല, ഞാൻ 3-ാം സ്വർഗത്തോളം വന്നതുപോലെ ആരും വന്നിട്ടില്ല. കർത്താവേ, എന്തിനാ എന്നെ കുത്തുന്ന ഈ ശൂലം എനിക്ക് തന്നേക്കുന്നത്? എന്തിനാ ഈ വേദന എനിക്ക് തന്നിരിക്കുന്നത്? എന്തിനാ ഈ കഷ്ടത എനിക്ക്? അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുക, കർത്താവേ, എന്തിനാ ഈ ശൂലം എനിക്ക് തന്നേക്കുന്നേ? കർത്താവ് ഒരു വാക്ക് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. സഹിക്കാൻ കഴിയാതെ ജീവിതം ഉരുട്ടി 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 നേരം വെളുപ്പിച്ച് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ എങ്ങനെയെങ്കിലും നേരം വെളുക്കണം, ഇരുട്ടണം, എങ്ങനെയെങ്കിലും ജീവിതം തീരണം, എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, മോളെ, മോനെ, നിനക്ക് ഒരു കർട്ടൻ വീഴുന്നത് പോലെ ഇതുവരെ നിന്റെ മുൻപിൽ കണ്ട ആ സീനുകൾ മാറാൻ പോകുക. നിന്റെ ജീവിതം ഇന്ന് പകൽ ദൈവം തെളിയിക്കാൻ പോകുക. നിന്റെ ശൂലത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഒരു നിറവായി വെളിപ്പെടാൻ പോകുക.